കിഴക്കൻ മലയോര മേഖലകളിൽ നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനകൾ ഭീതി വിതയ്ക്കുന്നു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചിറക്കടവ് 1-ാം വാർഡിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വീണ്ടും കാട്ടാന ഇറങ്ങിയിരുന്നു. കാർഷിക വിളകളും നശിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചിറക്കടവ് 1-ാം വാർഡിലെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്നുണ്ട്. ചെറുകടവിലും സമീപ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. എന്നിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. 60 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. അന്നില്ലാത്ത ആനശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ കിടങ്ങെടുത്തതിൽ പിന്നാണ് ഇത്രയും കൂടുതൽ ആനശല്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആനയെ കിടങ്ങിനകത്താക്കി എടുക്കുകയും ചില ഭാഗങ്ങളിൽ കിടങ്ങിൽ കൂടി തന്നെ ആന കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. യാതൊരു പ്രയോജനമില്ലാതെ സർക്കാരിന് പൈസ മുടക്കിയെന്നല്ലാതെ ഒരു പ്രയോജനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഫെൻസിങ് ആണ് കുറെ കൂടെ പ്രയോജനം ഉണ്ടായിരുന്നത്. അത് ഇപ്പം വർക്കല്ല, യാതൊരു കാര്യവും ചെയ്യുന്നില്ല. നിരന്തരം സന്ധ്യയാവുമ്പോൾ മുതൽ ഇന്നലെ ഞങ്ങൾ തൊഴിലുറപ്പിന് വന്ന സമയത്തും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. ഇങ്ങനെ നിരന്തര ശല്യമാണ്. ഫോറസ്റ്റുകാർ ഇതിനൊരു പരിഹാരവും കാണുന്നില്ല. കാട്ടാനകളെ തുരത്താൻ തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടും ചെറുകടവിൽ ഉൾപ്പെടെ ഇവരുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. രാപ്പകൽ ഭേദമന്യേ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇപ്പം രാത്രിയും പകലും ആനശല്യമാണ്. ഒരു തരത്തിൽ മനുഷ്യന് ജീവിക്കാനോ ഒരു കൃഷി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിപ്പോ ഇന്ന് വെളുപ്പിനെ 2 മണിക്ക് സംഭവിച്ച കാരണം ഈ കാണുന്നില്ല. നല്ല ഉറക്കവും ഈ മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടികൾ പോലും അറിയുന്നില്ല ആന വരുന്നത്. ഭയങ്കര ശല്യം, ജീവിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫെൻസിങ് കൊണ്ട് ഇപ്പം നമുക്ക് ട്രെഞ്ച് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. പിന്നെ ഉള്ളത് സോളാർ ഫെൻസിങ് ആയിരുന്നു. സോളാർ ഫെൻസിങ് ഇപ്പം ഈ ട്രെഞ്ച് വന്നതിന് ശേഷം അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ബാറ്ററി വർക്കിംഗ് ഇല്ല, സോളാർ പാനൽ വർക്കിംഗ് അല്ല. അങ്ങനൊരു ജീവിതം ഗതികിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തെന്മല.